ഹലോ. അപ്പം നല്ല ചൂട് സമയമല്ലേ, നമുക്കൊരു മാംഗോ ലസ്സി ഉണ്ടാക്കിയാലോ? അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 3 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മാംഗോ ലസ്സി ഉണ്ടാക്കാം. അപ്പോൾ മാംഗോ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെത്തി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ജാറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഇത് അമ്മയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് ആഡ് ചെയ്തു, എന്നിട്ട് കുറച്ച് പഞ്ചസാര, അത് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരത്തിൻ്റെതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾക്കിപ്പോൾ ഇത്രയും ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം കൂടുന്നതെന്നുള്ളവർക്ക് അങ്ങനെ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അപ്പം ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഇത് അരയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇത് എൻ്റെ പ്രിപ്പറേഷൻ അല്ല കേട്ടോ, ഇത് അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് നമുക്കിത് അരിച്ച് തന്നെ എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അരച്ചെടുത്ത് നേരിട്ട് തന്നെ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുള്ളവർക്ക് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാംഗോ ലസ്സി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ലസ്സിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.